1934 ഡിസംബർ മാസം 26-ാം തീയതി മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തിൻ്റെ ഒരു ദിനമായിരുന്നു. AD 52 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ ആരംഭിച്ച സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഫലമായി മലങ്കരയിൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് ഇന്ന് പേരുള്ള മാർത്തോമൻ ക്രൈസ്തവ പാരമ്പര്യം, മാർത്തോമൻ നസ്രാണി പാരമ്പര്യം, അത് നൂറ്റാണ്ടുകളിലൂടെ വളർന്ന് വികസിച്ചപ്പോൾ, പ്രത്യേകിച്ച് കോളനിവൽക്കരണ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, സഭയ്ക്ക് അതിൻ്റെ ശക്തമായ നിലനിൽപ്പിന് ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം എന്ന് പിതാക്കന്മാർ ആലോചിച്ചു തുടങ്ങി. നിയമ നടപടിക്രമങ്ങൾ, ചട്ടവരിയോലകൾ, നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ അത് വളരുകയും 1912 മലങ്കര സഭയ്ക്ക് ഒരു കാതോലിക്കേറ്റ്, പൗരസ്ത്യ കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിക്കുവാനും ഇടയായതെന്ന് നമുക്കറിയാം. 1934 ഡിസംബർ 26-ാം തീയതി സഭയുടെ ഭരണഘടനാ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു സമിതി ആദ്യം പരിശുദ്ധ പട്ടശ്ശേരിൽ തിരുമേനിയുടെ അധ്യക്ഷതയിലും തുടർന്ന് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ അധ്യക്ഷതയിലും ചേർന്ന് സമഗ്രമായ സുസ്ഥിരമായ ഒരു ഭരണഘടന നമുക്ക് തയ്യാറാക്കുവാൻ സാധിച്ചു. ഇന്ന് മലങ്കര സഭയുടെ ഭരണ സംവിധാനത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ 1934 ഭരണഘടനയാണ്. ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് മലങ്കര സഭയ്ക്ക് അഭിമാനത്തോടെ ഓർക്കുവാൻ കഴിയുന്നതാണ് ആ 1934 ഭരണഘടനയുടെ നവതി ആഘോഷം. ഈ ഡിസംബർ 26-ാം തീയതി മലങ്കര സഭാ ഭരണഘടനയുടെ തലവൻ അധ്യക്ഷനായ മലങ്കര മെത്രാപ്പോലീത്തായുടെ അധ്യക്ഷതയിൽ ഭരണഘടനയുടെ ഏറ്റവും ഉയർന്ന സമിതിയായ അസോസിയേഷൻ അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി, പരിശുദ്ധ സുന്നകദോസ് എല്ലാം ഒന്നിച്ച് ചേരുന്ന ഒരു സമ്മേളനം, ഭരണഘടന നവതി സമ്മേളനം കോട്ടയം നമ്മുടെ ഏലിയ കത്തീഡ്രൽ അങ്കണത്തിൽ വച്ച് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവ നഗറിൽ വെച്ച് നടക്കുന്നു. ആ സമ്മേളനത്തിലേക്ക് എല്ലാവരും കടന്നു വരികയും എല്ലാവരും ഇക്കാര്യം പ്രാർത്ഥനാപൂർവം ഓർക്കുകയും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ മുതൽ നമ്മെ വഴി നടത്തിയ എല്ലാ പുണ്യ പരിശുദ്ധ പിതാക്കന്മാരുടെയും മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുവാൻ ഇടയാകണം. കുന്നംകുളം ഭദ്രാസനത്തിനു വേണ്ടി അതിൻ്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക്, യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഈ ഭരണഘടന നവതി ദിനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.